ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഞാൻ എൻ്റെ ഈ യൂട്യൂബ് അക്കൗണ്ടിലേക്ക് ഒന്ന് കയറി നോക്കി. കാരണം കുറേ ദിവസമായി ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഈ അക്കൗണ്ട് നോക്കിയിട്ട് കുറേ ദിവസമായി വെറുതെ ഒന്ന് രണ്ട് ഷോർട്സ് ഒക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് ഞാനങ്ങ് പോകും. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കമന്റ്സ് ഒക്കെ നോക്കാന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കമന്റ് കൊടുങ്ങല്ലൂർ അമ്മയുടെയാണ് കേട്ടോ. അത് ചോദിച്ചിരിക്കുന്നത്, ചേച്ചി ഒത്തിരി നാളായല്ലോ വീഡിയോ ഇട്ടിട്ട്, എവിടെയാ കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ശരിക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. ഒരു യൂട്യൂബറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂസ് ഇടുന്ന ആളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷമായി. അയ്യോ എന്നെ അന്വേഷിക്കുന്നുണ്ടല്ലോ എന്ന്. ഞാൻ ഈ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിൽ പോവാണെന്ന്. ഒരു 10 days ഞാൻ നാട്ടിലായിരുന്നേ. നാട്ടിൽ പോയിട്ട് ഇവിടുന്ന് ക്ലൈമറ്റ് മാറിയിട്ട് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴായിരിക്കും അവിടുന്ന് ത്രോട്ടെല്ലാം എൻ്റെ സൗണ്ട് എല്ലാം പോയി. ഇന്ന് എനിക്കൊരു ഒരു കുറച്ച് സൗണ്ട് എനിക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം എൻ്റെ സ്ട്രെയിൻ എടുത്താൽ ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു ചാനലിലും പേജുകളിലും ഒന്നും ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല. ഞാൻ പറയാൻ വന്നതൊന്നുമല്ല. അപ്പൊ താങ്ക് യു ബ്രോ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് അന്വേഷിക്കുന്നുണ്ടല്ലോ, അതിനായിട്ട് താങ്ക് യു. എനിക്ക് ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ വന്ന ഒരു മെസ്സേജ് ഉണ്ട്. പിന്നെ അതിന് മുന്നേ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുമ്പോഴായി വീഡിയോസ് ഇങ്ങനെ ലെങ്തി ആയിപ്പോൾ. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നവർ ഹായ് ഹോയ് കമന്റ്സ് മെസ്സേജുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അത് ഞാൻ പലപ്പോഴും ഓപ്പൺ ആക്കാറില്ല. കാരണം എപ്പോഴും നമുക്ക് അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇരുന്ന് നോക്കിയിട്ട് റിപ്ലൈ കൊടുക്കാൻ വയ്യാത്തുണ്ടെങ്കിൽ ഹായ് പറയുന്നവരൊക്കെ ഞാൻ ഒഴിവാക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഹായ് പറഞ്ഞോ, അതിനുശേഷം നിങ്ങൾ അതിന്റെ റീസൺ പറയണം. അപ്പൊ എന്തോ മെസ്സേജ് ഫേസ്ബുക്കിന്റെ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് തോന്നിയിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാം. അല്ലാത്തതൊന്നും ഞാൻ മിക്കവാറും പർപ്പസ്ലി അല്ല, ഞാൻ സമയം കിട്ടാറില്ല ഒന്ന് ഇരുന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ. അപ്പൊ നിങ്ങൾ റീസൺ അതിനകത്ത് പറയുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ നോക്കിയ ഉടനെ ഒന്നും നിങ്ങൾക്ക് റിപ്ലൈ തരണമെന്നില്ല. ചിലപ്പം ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ അന്നേരം തന്നെ ഞാൻ ടൈം ഉള്ളപ്പോഴാണ് ഈ കമന്റ് കാണുന്നത്, മെസ്സേജ് കാണുന്നുണ്ടെങ്കിൽ റിപ്ലൈ വരുന്നതായിരിക്കും. അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ഇന്നലെ എനിക്ക് അത് ഈ പറഞ്ഞ പോലെ ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടുന്ന ആ സമയത്ത് തന്നെ എന്നോട് സംശയങ്ങൾ ചോദിക്കുകയും ഞാൻ സംശയങ്ങൾക്കെല്ലാം റിപ്ലൈ കൊടുക്കുകയും എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ബ്രോ ആണ്. നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ അറിയായിരിക്കും, പ്രാങ്ക് വീഡിയോ ചെയ്യുന്ന നല്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ള മില്യൺസ് എത്രയോ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് പുള്ളിക്കാരന്. ആ പ്രാങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരൻ്റെ ചാനലിലാണെങ്കിലും ഫേസ്ബുക്ക് പേജിലാണെങ്കിലും എല്ലാം ഞാനിരുന്ന് കാണാറുണ്ട്, ഭയങ്കരമായിട്ട് ചിരിക്കാറുണ്ട്. മെയിനായിട്ട് പുള്ളിക്കാരൻ്റെ ഒരു ചാനൽ എനിക്ക് ഇഷ്ടപ്പെടാൻ കാര്യം എന്ന് പറഞ്ഞാൽ പ്രാങ്ക് ചെയ്യുവാണെങ്കിലും ഉണ്ടല്ലോ, പബ്ലിക്കിനെ ഒന്ന് ഇൻസൾട്ട് ചെയ്യുക, പബ്ലിക്കിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രാങ്കുകളാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. ഞാൻ ആ ചാനലിൻ്റെ ഇതിവിടെ നിന്ന് കൊടുക്കാം കേട്ടോ, നിങ്ങൾ ചുമ്മാ ഒന്ന് കയറി നോക്കിയോ, ചിരിച്ചു പാടുവരിക, അത്രയ്ക്ക് ഇഷ്ടം. അപ്പം പുള്ളിക്കാരനൊരു മെസ്സേജ് പെട്ടെന്ന് കണ്ടപ്പോൾ എന്താണോ എന്ന് കരുതി ഞാൻ പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം പുള്ളിക്കാരൻ പറയുന്നത് ഒരു പേജ് 2 പേജുള്ളതിനകത്ത് ഒരു പേജിൻ്റെ റെക്കമെൻഡേഷൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ റെക്കമെൻഡേഷൻ സസ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇല്ലീഗലായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് അതിനകത്ത് നടക്കുന്നത് കൊണ്ടാണ്. അതായത് ആർട്ടിഫിഷ്യലായിട്ട് അതിനകത്ത് ട്രാഫിക് ഉണ്ടാക്കുന്നു, ക്ലിക്ക് ബൈറ്റ്സ് കൂടുന്നു. ക്ലിക്ക് ബൈറ്റ്സ് എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ ആഡ് തന്നെ നമ്മളിരുന്ന് കാണുന്നു, അല്ലെ നമ്മളെ മറ്റു പലരെ കൊണ്ട് കാണിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലാണ് ഈ ക്ലിക്ക് ബൈറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ കുറേ റീസണും കൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ റെക്കമെൻഡേഷൻ സസ്പെൻഡ് ചെയ്ത്. ആ റെക്കമെൻഡേഷൻ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ എന്താ സംഭവിക്കുന്നത്. നമ്മുടെ പേജ് ഒരു കാരണവശാലും മറ്റൊരാളിലേക്ക് ഫേസ്ബുക്ക് റെക്കമെൻഡ് ചെയ്തില്ല. ആരെങ്കിലും തപ്പി നമ്മുടെ പേജ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞു, അതെന്നാ പറ്റി അറിയില്ലല്ലോ, അതെന്താ പറ്റി, അതിന്റെ റീസൺ അതിനകത്ത് നോക്കെന്ന് പറഞ്ഞാൽ നോക്കിയെങ്കിലല്ലേ അറിയത്തുള്ളൂ. അപ്പൊ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. അപ്പൊ ഞാനതിവിടെ കാണിക്കാം എങ്ങനെയാണ്. അപ്പൊ ഞാനിങ്ങനെ ഇതിങ്ങനെ എന്തെങ്കിലും ചെയ്തായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. ഇന്ന റീസൺസ് ആണ് റെക്കമെൻഡേഷൻ സസ്പെൻഡ് ചെയ്യാനായിട്ട്, ഇങ്ങനെ എന്തെങ്കിലും. ഞാൻ ഒന്നും ചെയ്തില്ല. വേറെ ഞാൻ പറയുന്ന വെയിറ്റ് ചെയ്യച്ച്, ഒരു പക്ഷേ നമ്മുടെ ചിലപ്പം ഗ്ലിച്ച് വല്ലതും ആയിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബ് ഫേസ്ബുക്കിന്റെ ഭാഗത്തുനിന്ന് വന്ന് മിസ്റ്റേക്ക് വല്ലതും ആയിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. വെയിറ്റ് ചെയ്യും, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഷോർട്സ് വീഡിയോ, പഴയതാണ് ഷോർട്സ് വീഡിയോ ഒരെണ്ണം കട്ട് ചെയ്ത് എഡിറ്റൊക്കെ ചെയ്തിട്ട് ഞാൻ എൻ്റെ പേജിലിട്ട്, എൻ്റെ പാട്ടിൻ്റെ പേജിൽ ഞാൻ ഇട്ടു. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു 600+ ആണ് എനിക്ക് വ്യൂസ് വന്നെങ്കിൽ ഇതെന്നാ പറ്റിയെന്ന് ഇങ്ങനെ വിചാരിച്ചു. എന്നാൽ നോക്കാം, കുറേ ദിവസമായി നാട്ടിലായതുകൊണ്ട് ഫേസ്ബുക്കിൻ്റെ പേജിൻ്റെ ഓരോ ഓപ്ഷനും മോണിറ്റൈസേഷൻ്റെ പോർഷൻ ആണെങ്കിലും ഒന്നും ഞാൻ ചെക്ക് ചെയ്യാറില്ലായിരുന്നു, തിരക്കിലായിപ്പോയി. ഇതെന്തുകൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെ വന്നേ, റീച്ച് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പേജ് ഓപ്പൺ ചെയ്ത് സ്വിച്ച് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ നോക്കി, മോണിറ്റൈസേഷനകത്ത് നോക്കിയപ്പോൾ ഒരു പ്രോബ്ലം കാണിക്കുന്നില്ല. പേജ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിന് നോക്കിയപ്പോൾ പേജ് ഈ നമ്മുടെ പ്രാങ്ക് ബ്രോ എനിക്ക് അയച്ച സെയിം സാധനം എൻ്റെ പേജിനായിരിക്കുകയാണ്.
പേജ് റെക്കമെൻഡേഷൻ സസ്പെൻഡ്, അത് നോ ലോങ്ങർ അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. ശരിക്കും ഭയങ്കര വിഷമമായി കേട്ടോ. ഇതെന്നെ പറ്റി പേജ് റെക്കമെൻഡേഷൻ സസ്പെൻഡ് ആണെങ്കിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. നാട്ടിൽ പോയിട്ട് 2 ആഴ്ചയായിട്ട് ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്തിട്ട് പോലും ഇല്ല. നമുക്ക് റിക്വസ്റ്റ് റിവ്യൂ ഉണ്ടല്ലോ, അതിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ റിപ്പോർട്ട് പ്രോബ്ലം എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ അയച്ചു. എൻ്റെ പേജാണ് ഇത്, ഈ പേജിൽ ഞാൻ എൻ്റേതായിട്ടല്ലാത്ത ഒരു വീഡിയോയും ഇട്ടിട്ടില്ല. എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണെങ്കിൽ ഒന്നുകൂടെ എൻ്റെ പേജ് റിവ്യൂ ചെയ്യണം, ഒന്നുകൂടെ അതിന് എന്താണോ എടുക്കാൻ പറ്റുന്ന ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ റിക്വസ്റ്റ് ഇട്ടിട്ട് കിടന്നു. ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, കാരണം നോ ലോങ്ങർ അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. നോ ലോങ്ങർ അവൈലബിൾ എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് കിട്ടതേ ഇല്ല. അതിനേക്കാൾ ഉപരി നമ്മുടെ പേജ് റെക്കമെൻഡേഷൻ ഇല്ലെങ്കിൽ ഇനി എത്ര ഫോളോവേഴ്സ് നമുക്കുണ്ടെങ്കിലും നമ്മുടെ ഫോളോവേഴ്സിന് നോട്ടിഫിക്കേഷൻ ചെല്ലത്തില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ പേജിൽ വരുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, എൻ്റെ വീഡിയോ കണ്ടിന്യൂസ് കാണുന്നവർക്ക് നിങ്ങൾക്കറിയാം, പേജ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന സാധനം നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യണം. നിങ്ങളുടെ മൊബൈലിലാണെങ്കിലും നിങ്ങളുടെ കമ്പ്യൂട്ടറിലാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേജിലുണ്ടെങ്കിൽ പേജ് റെക്കമെൻഡേഷൻ്റെ പോർഷനിൽ നിങ്ങൾക്ക് വരും. ഏത് വീഡിയോയ്ക്കാണ് പ്രശ്നം ആ വീഡിയോ നിങ്ങളങ്ങ് ഡിലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വരത്തില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ പേജിന് ഇങ്ങനെ വന്നപ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് ടെൻഷനായോ, ഇത് എന്നാ ചെയ്യും ഇനിയും. പക്ഷേ രാത്രിയിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടിട്ടും ഇപ്പോൾ രാവിലെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമായിട്ടിരുന്നപ്പോൾ ഞാനൊന്ന് എടുത്ത് നോക്കിയപ്പം അത് ശരിയായിട്ടുണ്ട് കേട്ടോ. അത് ഞാനിവിടെ കാണിക്കാം. പേജ് റെക്കമെൻഡേഷൻ ഇപ്പം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പേജ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന ആ പോർഷൻ നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യണം. ഫേസ്ബുക്കിന് എപ്പോഴും ഗ്ലിച്ചും സംഭവങ്ങളും ഒക്കെ വരാറുണ്ട്. ഫേസ്ബുക്ക് കാരണം ഓരോന്നോരോ അപ്ഡേഷൻ്റെ ഭാഗമായിട്ടായിരിക്കും റോങ് ആയിട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ ഒരുപക്ഷെ റോങ് ആയിട്ട് എൻ്റെ പേജിന് അക്കൗണ്ടിന് വന്നതായിരിക്കാം ഇതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ബ്രോയുടെ ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ പെട്ടെന്ന് പുള്ളിക്കാർക്ക് മെസ്സേജ് അയച്ചു, ഒന്ന് ചെക്ക് ചെയ്തോളൂ, എന്നിട്ട് ഒരു റിക്വസ്റ്റ് കൊടുത്തേക്കും. നമുക്ക് ഉറപ്പ് വരണം കേട്ടോ, നമ്മൾ എൻ്റെ പേജിൽ അങ്ങനെ പ്രോബ്ലം ഒന്നും വരാനുള്ള സാധ്യത ഇല്ല എന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മെസ്സേജ് അയക്കാം അവർക്ക്. അവർ റിവ്യൂ ചെയ്തിട്ട് നമ്മുടെ പേജിന് പ്രോബ്ലം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പേജിൻ്റെ റെക്കമെൻഡേഷൻ തിരിച്ചു തരുന്നതായിരിക്കും. പേജ് റെക്കമെൻഡേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കിനി എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ, നമുക്ക് ജോയിൻ ബട്ടൺ കിട്ടിയോ, ഇതൊന്നും അവർ നോക്കത്തില്ല. നമ്മുടെ പേജിലെ വീഡിയോ, നമ്മൾ ഇടുന്ന വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിയാലല്ലേ നമുക്ക് വീഡിയോയും റീച്ചും ചെയ്യത്തുള്ളൂ. മറ്റുള്ളവരിലേക്ക് എത്തത്തില്ല. നമ്മുടെ പേജിൽ എങ്ങനെ കിടക്കും, ആരെങ്കിലും നമ്മുടെ പേജ് സെർച്ച് ചെയ്ത് വന്ന് നോക്കിയാൽ നമ്മുടെ പേജിലെ വീഡിയോ കാണും, അങ്ങനേ ഉള്ളൂ. അല്ലാതെ നെക്സ്റ്റ് അപ്പ് ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീഡിയോയുടെ പോർഷനിൽ വരത്തില്ല, റെക്കമെൻഡേഷനിൽ വരത്തില്ല, ആർക്ക് നോട്ടിഫിക്കേഷനും ചെല്ലത്തില്ല. അതാണ് പേജ് റെക്കമെൻഡേഷൻ സസ്പെൻഡ് ചെയ്താൽ നമുക്ക് നമ്മുടെ പേജിലുണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, എപ്പോഴും എല്ലാ ദിവസവും അല്ലെങ്കിൽ എപ്പോഴൊക്കെ സമയം കിട്ടുന്നു അപ്പോഴൊക്കെ നിങ്ങളുടെ പേജിൽ കയറിയിട്ട് നിങ്ങൾക്ക് എത്ര പേജ് ഉണ്ടോ ആ പേജിൻ്റെ എല്ലാം പേജ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ നിങ്ങൾ സെർച്ച് ചെയ്യണം. ഇപ്പം തന്നെ നിങ്ങളുടെ പേജ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് മോണിറ്റൈസേഷൻ ടാബ് ഓപ്പൺ ചെയ്തിട്ട് ആ പോർഷനിൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പേജ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കിക്കോളൂ. എന്നിട്ട് എല്ലാവരും നിങ്ങളുടെ പേജ് സേഫ് ആക്കി വെച്ചോളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഇട്ടോളൂ. ഇൻസ്റ്റ ഫോളോ ചെയ്തിട്ട് വേണം നമ്മളോട് ഡൗട്ട് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ റിനി സൈനിങ് ഔട്ട്. ബൈ ബൈ.